ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് കാണും. അതായിരിക്കോ? അതായിരിക്കും, ഉറപ്പാ. അവളെ കോടികളുടെ ഫണ്ട് തിരിമറി നടത്തി കാണും. അതവൻ അറിഞ്ഞു കാണും, ഉറപ്പാ. ഇത് അറിയാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. ഇയാളുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കൊന്നും വേണ്ട. കാര്യം ഇയാളെന്റെ വല്യമാനൊക്കെയാണ്. പക്ഷെ ചൊറിയാൻ വരും. വെറുതെ എന്തിനാ നല്ലൊരു ദിവസം നശിപ്പിക്കുന്നത്? മിനിസ്റ്റർ വർമ്മ സാറോ? സർ, സൂര്യമംഗലം IP ഡിപ്പാർട്ട്മെന്റ് ഓഫീസല്ലേ? അതെ സർ. മിസ് സാന്ദ്ര? സാന്ദ്രയാണ് സർ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. സാറിന്റെ പേഴ്സണൽ നമ്പർ മാഡം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചത് ഞാനും ഋതികയും കൂടി ഇന്ന് ഒരു 11:30 മണിയോടുകൂടി അവിടെ ഓഫീസിലെത്തും. സാന്ദ്രയ്ക്ക് ഇന്ന് വേറെ മീറ്റിംഗ് ഒന്നുമില്ലല്ലോ? എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അതൊക്കെ ക്യാൻസൽ ചെയ്യാം സർ. സാറും മാഡവും കൂടെ വന്നാ മതി. ഓക്കെ. സർ, സ്റ്റാഫ് മീറ്റിംഗ് വല്ലതും ആണോ? ഏയ് അല്ല. യെസ് സർ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ സർ. ഇയാൾ എന്തിനാ മകളെങ്ങോട്ട് ഓഫീസിലേക്ക് പോകുന്നേ? എന്തായാലും ഇതുമായി മദറിനോട് റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ഒരു സെർവന്റ് വന്നിട്ട് അവളും ലീവിന് പോയി. ഓ, സെർവന്റുകളൊന്നും ഇവിടെ വാഴില്ല. ഒരു മാസത്തിൽ 25 ദിവസവും ലീവ് വേണമെന്ന് വേലക്കാരികള്. ഹോ, കാലം പോയൊരു പോക്കേ. ഒരു ചായ കുടിക്കണമെങ്കിൽ അടുക്കളയിൽ കയറണം. എന്റെ മകനെ പേടിച്ചാണോ ഇനി വേലക്കാരികളൊന്നും നിക്കാത്തത്? ആ, നിന്റെ കാര്യമേ ഞാനിപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അതെന്താ ഇപ്പൊ എന്നെ ഓർക്കാൻ കാരണം? ആ, നീയേ അത്രയ്ക്ക് സൽപ്രവർത്തികളാണല്ലോ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നേ. അതാ നിന്നെ കുറിച്ച് ആലോചിച്ചേ. മനസ്സിലായില്ല. വേറൊന്നും അല്ല, എനിക്കോ നിനക്കോ ഒരു കോഫി കുടിക്കണമെങ്കിലേ ഇപ്പൊ ഞാൻ അടുക്കളയിൽ കയറേണ്ട അവസ്ഥയായി. ഈ വീടിന് വേലക്കാരി ശാപം ഏറ്റിരിക്കുന്നു. ഒരൊറ്റ വേലക്കാരി 3 ദിവസം തികച്ചിവിടെ നിൽക്കില്ല. അത് ശരി. അപ്പൊ അമ്മ എനിക്കിട്ടൊന്നും വച്ചതാണല്ലേ? ആജ്ഞാപിച്ചാലേ ഞാൻ ഇരിക്കുന്നിടത്ത് കോഫി വരുമായിരുന്നു. ഇപ്പൊ അത് വരാത്തോണ്ട് പറഞ്ഞതാ. ഇവിടെ അടുക്കളയിൽ വാഴുന്ന ഒരു ദേവി ഉണ്ടായിരുന്നല്ലോ, അവരോട് പറഞ്ഞുകൂടായിരുന്നോ കോഫി വേണോന്ന്? യാമിനിയുടെ കാര്യമാണോ നീ പറയുന്നേ? പിന്നെ അല്ലാതാരാ? അവളിൽ നിന്നേ ഒരു പണി മേടിച്ചിരിക്കുമല്ലേ ഞാൻ. ആ സൈക്കാട്രിക് മെഡിസിൻ കൊടുത്തേ ഞാൻ അവളെ വട്ടാക്കാൻ നോക്കിയില്ലേ. അതവൾ അറിഞ്ഞതു മുതൽ അവള് ഫൈറ്റ് തുടങ്ങി. അതിന്റെ സത്യാവസ്ഥ അവള് പ്രതാപനോട് തുറന്നു പറയുന്നേ. യാമിനി എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്ക. ആമേ, ഇപ്പൊ ഒരു ന്യൂസ് കിട്ടി. വല്യമ്മവൻ ആ സാന്ദ്രയ്ക്ക് ഫോൺ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. അച്ഛനും മകളും കൂടി ഓഫീസ് വിസിറ്റിംഗ്. മനസ്സിലായില്ല. മന്ത്രിയുടെ മിന്നൽ പരിശോധന എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അച്ഛൻ മകളുടെ ഓഫീസിൽ ഒരു മിന്നൽ ചെക്കിംഗ്. മകളും അച്ഛനും കൂടി ഓഫീസിലെത്തുമെന്ന് അച്ഛൻ സാന്ദ്രയോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. അത് കൊള്ളാലോ. പ്രതാപനെ മകളെ വിരട്ടാൻ പറ്റിയ എന്തെങ്കിലും കാര്യം കിട്ടിക്കാണും. അവൾ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് കാണും. അതായിരിക്കോ?
അതായിരിക്കും, ഉറപ്പാ. ഹ, അവളെ കോടികളുടെ ഫണ്ട് തിരിമറി നടത്തി കാണും. അതവൻ അറിഞ്ഞു കാണും, ഉറപ്പാ. ആ, ഇത് അറിയാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. നീയേ അവളുടെ ഓഫീസിൽ ചെല്ലണം. എന്റെ അമ്മേ, അവളുടെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒരു റീസണും ഇല്ലാതെ ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ സംശയിക്കില്ലേ? പണ്ട് മുതലേ ഞാൻ അവർക്കൊരു നോട്ടപ്പുള്ളിയാ. എന്നെ കണ്ടാലുടൻ അമ്മയുടെ ആങ്ങളെ തന്നെ എന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങും. നീ ഒരു കാര്യം ചെയ്. ഞാൻ തരുന്നൊരു ഫയല് ഓഫീസിൽ കൊടുക്കാനെന്ന വ്യാജേന നീ അവിടെ ചെന്നാ മതി. അത് വർക്കൗട്ട് ആവൂ അമ്മേ? വർക്കൗട്ട് ആവാതിരിക്കാൻ എന്താ കാരണം? എന്റെ കമ്പനിയുടെ ഒരു കൊട്ടേഷൻ ഫയല് നീ അവിടെ കൊടുക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അത് കൊള്ളാം. ആ, സൂത്രത്തിലേ എല്ലാം മനസ്സിലാക്കി എടുക്കണം. എന്തിനാ അച്ഛനും മകളും കൂടി മകളുടെ ഓഫീസിലെത്തിയതെന്ന് വ്യക്തമായിട്ട് അറിയണം. ഫൈറ്റ് തുടങ്ങിയിട്ടേ കുറേ നാളുകളായി. എന്നിട്ടും ആ ഋതികയും രാജുവിനെയും ഒരു മൂലക്കിരുത്താൻ പറ്റിയിട്ടില്ല. ഒരു തീപ്പൊരി എനിക്ക് കിട്ടിയാ മതി, അത് ഞാൻ കാട്ടുതീയാക്കി മാറ്റും. എങ്കിലേ ഞാൻ പോയിട്ട് വരാമേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അമ്മേ. വേണുട്ടാ, രാവിലെ ഒരു എനർജി ഇല്ലടി. എന്നാ ഒരു ചായ കുടിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പൊ ദാ ചായയുമായി സഹധർമ്മടി. നമ്മള് തമ്മിൽ എന്തൊരു മനപ്പൊരുത്താടി അല്ലേ? നമ്മുടെ നാളുകള് തമ്മിൽ നല്ല പൊരുത്തമാ. 10ൽ 10 പൊരുത്തം. അത് ശരി, 10ൽ 10 പൊരുത്തം ഉണ്ടായിട്ടാ കീരിയും പാമ്പും പോലെ ഞാനും നീയും കൂടി കുറച്ചുനാള് ചീറി ചീറി നടന്നത്. അത് മനസ്സിൽ തട്ടിയുള്ള വഴക്കുമല്ലോ ആയിരുന്നു വേണുവേട്ടാ. എനിക്ക് വേണുവേട്ടനെ നന്നായിട്ട് അറിയാം. നമ്മൾ തമ്മിൽ വഴക്കിട്ടാലും അതൊരു വഴക്കേ അല്ലെന്ന്. ഇതിനാടി ഈ അഡ്ജസ്റ്റ്മെന്റ് വഴക്കെന്ന് പറയുന്നത്. ഞാനും നീയും പരസ്പരം സഹിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ലോ, രാതെ സ്നേഹിച്ച് ജീവിക്കുന്നവരല്ലേ. അതാ അതിന്റെ കാരണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ആരോടും പരാതിയോ പരിഭവവും ഇല്ലാതെ ദൈവത്തിനോട് ഏതു നേരവും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. അതെ വേണുവേട്ടാ, എന്തൊരു സമാധാനം. ഇതെന്താ ഒരു കൊരവിടണേ? നിങ്ങക്കെന്ത് പറ്റി? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തോന്നി, അതുകൊണ്ടാ കുറവാക്കി ചെയ്തത്. നോവിനാലേ